നിസ്കാരം കഴിഞ്ഞ് നിന്നിട്ട് നമ്മൾ പറഞ്ഞു അള്ളാഹുമ്മ അയിനിയല ദിക്കരിക്ക ശുക്രിക്ക വശിനി അത് ചെല്ലലില്ലേ. ഞാൻ നല്ല സ്ഥലത്ത് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അത് ഞങ്ങൾ ചെല്ലല്ലോട്ടോ ഒരാളിനോട് എല്ലാം ചെല്ലുന്ന ആളാണ്. അത് മുആദ് ബിൻ ജബലിനോട് തങ്ങൾ പറഞ്ഞ റളിയല്ലാഹു അൻഹു, മുആദേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കേട്ടോ, അതുകൊണ്ട് ഒരു നിസ്കാരത്തിന്റെ ശേഷവും ഈ ദുആ ചെയ്യാതിരിക്കരുത് കേട്ടോന്ന്. ഏത് അള്ളാഹുവേ അയിനി നീ എന്നെ സഹായിക്കണമേ അല്ല ദിക്രിക്ക ശുക്രിക്ക, നിന്നെ ഓർക്കാനും നിനക്ക് ശുക്ർ ചെയ്യാനും. ഓർത്തെങ്കിലേ ശുക്ർ ഉണ്ടാവുള്ളൂ. അതിന് നമുക്ക് അതും മനസ്സിലായി, എന്തിനാണ് ഈ ഓർമ്മ എന്നുള്ളത് മനസ്സിലായി. കാരണം ഈ ദുനിയാവിൽ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് അള്ളാഹു സൃഷ്ടിച്ചതെന്നാണ്. ഹല്ലത്താലൽ ഇൻസാനി ഹീനു മിന ദഹരി, മനുഷ്യന്റെ മേൽ നീണ്ട ഒരു ഘട്ടം കഴിഞ്ഞു പോയില്ലേ, അവനൊരു പ്രസ്താവ യോഗ്യമായ വസ്തുവേ ആയിരുന്നില്ല. അങ്ങനത്തെ ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു. പിന്നെ എങ്ങനെ മനുഷ്യൻ ഉണ്ടായത്? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി, ആണിന്റെയും പെണ്ണിന്റെയും കൂടിച്ചേർന്ന ശുക്ലകണത്തിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചത് നബ്തലി, മനുഷ്യനെ പരീക്ഷിക്കാനാണ്. അതിനാണ് കണ്ണും കാതും ശാരീരികവും മാനസികവുമായ കഴിവുകളും യോഗ്യതകളൊക്കെ മനുഷ്യന് കൊടുത്തത് പരീക്ഷക്ക് വിധേയമാകാനാണ്. യോഗ്യതകളും കഴിവും തന്ന് നിർത്തില്ല, അള്ളാഹുത്തആല വഴി കാണിച്ചു തരികയും ചെയ്തു. പ്രവാചകന്മാരെ വിട്ടു, കിതാബൊക്കെ തന്നു. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറൻ, രണ്ടാലൊരു വിഭാഗം ആളുകൾ ഉണ്ടാവുള്ളൂ, ശുക്ർ ചെയ്യുന്നവരും നന്ദികേട് കാണിച്ചവരും.